ഗായ്സ്, അപ്പം നമ്മളിന്ന് പുളി വറുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഈ കുടംപുളി ഇല്ലേ, മീൻ കറിയിലൊക്കെ ഇടുന്ന ആ കുടംപുളി വറുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. നമ്മുടെ വീടിൻ്റെ കുറച്ച് ഇവിടെയൊക്കെ ഒരു കുഞ്ഞി പുളിമരമുണ്ട്, അതിനകത്ത് കായുണ്ട്. അപ്പം നമ്മൾ പുളി വറുക്കാൻ വന്നതാണ്. ഓക്കെ, ഇവിടെ തോടിനടുത്താണ് കേട്ടോ, അതുകൊണ്ട് ശബ്ദം നന്നായിട്ട് കേൾക്കുന്നുണ്ടാവത്തില്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കും, പിന്നെ വീഡിയോക്കൊക്കെ ഇച്ചിരി ക്ലാരിറ്റി കുറവായിരിക്കും. ഓക്കെ, കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ പോകുന്ന വഴിയിൽ നിറച്ചും പുല്ലും കാടും ഒക്കെയാണ് കേട്ടോ. നമ്മളൊരു കാടൊക്കെ താണ്ടി ഇങ്ങനെ പോകണം. ഒരു കുഞ്ഞു പുഴയൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ നല്ല രസമാണ് കാണാൻ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ അങ്ങനെ നമ്മൾ പുളി തപ്പാൻ വേണ്ടി തുടങ്ങി. 2 ദിവസം ആയതുകൊണ്ട് തന്നെ പെറുക്കാൻ വൈകിയോണ്ട് തന്നെ എല്ലാം ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. കിട്ടിയതൊക്കെ നമ്മൾ പെറുക്കിയിട്ടു. അപ്പോൾ നല്ല ഒരെണ്ണം അപ്പോൾ തന്നെ ഒന്ന് വീണ്ടോ, എൻ്റെ ഭാഗ്യം എന്ന് തന്നെ പറയാം. അത് ഞാൻ പൊട്ടിച്ച് തിന്ന് ഗൈസ്. നല്ലതായിരുന്നു കേട്ടോ, നല്ലതാണോ നോക്കി തിന്നണം. അതപ്പോൾ വീണോണ്ടാണ് കേട്ടോ ഞാൻ തിന്ന്. അമ്മച്ചാണെങ്കിൽ കുറേ തിന്ന വയറ് തന്നെ എടുക്കും, കുറേ തിന്നണ്ടെന്നൊക്കെ ഞാൻ ഒരെണ്ണം കൊണ്ടങ്ങ് നിർത്തി. ഇതാണ് ആ മരം കേട്ടോ, നിറച്ച് ഈ വർഷം കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നൈസായിട്ട് അമ്മച്ചിനോട് ചോദിച്ചിട്ട് തോട്ടിലോട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ. പണ്ടും ഇന്നും എല്ലാം എനിക്ക് തോട്ടിലിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അങ്ങനെ കുളിക്കാനൊന്നും പറ്റുന്ന അല്ല കേട്ടോ, ഒരു കുഞ്ഞ് സ്പേസേ ഉള്ളൂ. അവിടെ ഇങ്ങനെ തുണി അലക്കാനൊക്കെ പറ്റും. അങ്ങനത്തെ ഇതാണ് നമ്മുടെ തോട്. അത് മൊത്തം പാറയൊക്കെയാണ്. ഈ സാധനത്തിന് എന്താ പറയുന്നത്, ഞങ്ങളിവിടെ വെറുതെ കക്കാന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ എനിക്ക് 3-4 ചലഞ്ചൊക്കെ വന്നു. അമ്മച്ചി പറഞ്ഞു നിന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഇങ്ങോട്ട്. പിന്നെ അടുത്ത് പോയിട്ട് അങ്ങിട്ട് കാണിച്ചു. പിന്നെ ഞങ്ങൾ പുളിയെല്ലാം പെറുക്കി വീട്ടിലോട്ട് പോകുന്നു.